Hello students. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പാർട്ട് 2ലെ ഇംഗ്ലീഷിലെ ഹാപ്പി പ്രിൻസ് ഉള്ള ഭാഗത്തിന്റെ ബാക്കിയാണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കേ. The request. എന്താണ് the request? Far away continued the statue in a low musical voice. അപ്പം ഇവൻ പറയാണ് ഇവനെ വിഷമത്തിലാക്കിയ കാര്യം എന്താണെന്നുള്ളത്. Far away, ദൂരെയായിട്ട്, കണ്ടിന്യൂഡ് ദ സ്റ്റാച്യു ഇൻ എ ലോ മ്യൂസിക്കൽ വോയിസ്. അവൻ പറഞ്ഞ് മെല്ലെ, അവൻ്റെ മെല്ലെ മ്യൂസിക്കൽ വോയിസിൻ്റെ സൗണ്ടിൽ പറയാണ്, മെല്ലെ സൗണ്ട് പറയാ. ഫാർ അവേ ഇൻ എ ലിറ്റിൽ സ്ട്രീറ്റ് ദർ ഇസ് എ പുവർ ഹൗസ്. എന്താണ്, കുറച്ച് ദൂരെയായിട്ട് ഒരു ലിറ്റിൽ സ്ട്രീറ്റ് ഉണ്ട്, ചെറിയൊരു തെരുവുണ്ട്. അവിടെ ഒരു പുവർ ഹൗസ് ഉണ്ട്, ഒരു പാവപ്പെട്ട വീടുണ്ട് അല്ലേ. വൺ ഓഫ് ദ വിൻഡോസ് ഈസ് ഓപ്പൺ. അതിലുള്ളൊരു വിൻഡോ തുറന്നു കിടക്കുകയാണ്. ആൻഡ് ത്രൂ ഇറ്റ് ഐ ക്യാൻ സീ എ വുമൺ സീറ്റഡ് അറ്റ് എ ടേബിൾ. അതിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വുമൺ എന്താണ് ഒരു ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഷീ ഈസ് സോ ടയേർഡ്. എന്താണ്, അവര് നന്നായിട്ട് എന്താണ് ക്ഷീണിതയാണ്. ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹെർ ലിറ്റിൽ ബോയ് ഈസ് ലൈയിങ് ഇൽ. എന്താണ്, റൂമിന്റെ കോർണറിൽ ഒരു ബെഡ് ഉണ്ട് അല്ലെ, അവിടെ അവരുടെ മകൻ എന്താണ് സുഖമില്ലാതെ കിടക്കുകയാണ്. ലൈയിങ് ഇൽ. ഇൽ എന്ന് പറഞ്ഞാൽ എന്താ, അസുഖം അല്ലെ, സുഖം ഇല്ലാതെ, അസുഖം ആയിട്ട് കിടക്കുകയാണ്. ഹി ഹാസ് എ ഫീവർ. അവൻ എന്താണ്, ഫീവർ, പനിയാണ് അല്ലെ. ആൻഡ് ഈസ് ആസ്കിങ് ഫോർ ഓറഞ്ചസ്. അപ്പൊ അവന് പനിയായപ്പം എന്താ കഴിക്കാൻ വേണ്ടിട്ട് എന്താണ് ഓറഞ്ച് ചോദിക്കുകയാണ് അല്ലെ. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗിവ് ഹിം ബട്ട് റിവർ വാട്ടർ. അപ്പൊ അവന്റെ അമ്മക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. ഓൺലി റിവർ വാട്ടറിനോടാണ് അവരവിടെ കഴിയുന്നത്. റിവർ വാട്ടർ എന്ന് പറഞ്ഞാൽ പുഴയത്തെ വെള്ളം കുടിച്ച് അവര് ഇപ്പൊ കഴിയുന്നത് അല്ലെ. സോ ഹി ഈസ് ക്രൈയിങ്. അതുകൊണ്ട് അവൻ കരയുകയാണ്. Swallow, swallow, little swallow, will you not be bring her the ruby out of my sword hilt? അപ്പൊ swallowനോട് ഈ ഹാപ്പി പ്രിൻസ് പറയാ, ഈ എന്താണ് swallow, swallow, little swallow, will you not bring her the ruby out of my sword hilt? എന്റെ sword hilt, sword പറഞ്ഞ വാള് അല്ലെ, വാളിന്റെ ഹിൽറ്റിലുള്ള ആ റൂബി പറഞ്ഞ മാണിക്യം ഒന്ന് അവർക്ക് നീ കൊണ്ടു കൊടുക്കുമോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ എന്താണ് ഇവൻ പറയുന്നത്, ഐ ആം വെയിറ്റഡ് ഫോർ ഇൻ ഈജിപ്റ്റ്. എന്താണ്, ഞാൻ ഈജിപ്തിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സെഡ് ദ സ്വാലോ. സ്വാലോ പറഞ്ഞല്ലേ, മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് അപ്പ് ആൻഡ് ഡൗൺ ദ നൈൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താണ് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നൈലിന്റെ മേലെ കൂടി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്വാലോ, സ്വാലോ, ലിറ്റിൽ സ്വാലോ. അപ്പൊ സ്വാലോ, സ്വാലോ അറിഞ്ഞല്ലേ, ലിറ്റിൽ സ്വാലോ. സെഡ് ദ പ്രിൻസ് പറയാണ് അല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ ഫോർ വൺ നൈറ്റ് ആൻഡ് ബി മൈ മെസ്സഞ്ചർ. എനിക്ക് ഒരു രാത്രി എൻ്റെ മെസ്സഞ്ചറായിട്ട് നിനക്ക് ഇവിടെ കഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അല്ലേ, ഒരു രാത്രി. ദ ബോയ് ഈസ് സോ തേഴ്സ്റ്റി ആൻഡ് മദർ സോ സാഡ്. എന്താണ്, ഈ ബോയ് ആണെങ്കിൽ ഭയങ്കര ദാഹിച്ചു നിൽക്കുകയാണ്, അമ്മയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലുമാണെന്ന് പറഞ്ഞ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ വാസ് ദ സ്വാലോ നോട്ട് റെഡി ടു ഹെൽപ്പ് ദ വുമൺ അറ്റ് ഫസ്റ്റ്. എന്തുകൊണ്ടാണ് ഈ സ്വാലോ ഫസ്റ്റ് തന്നെ ഈ വുമണിനെ സഹായിക്കാൻ മുതിരാഞ്ഞത്, അതായത് സഹായിക്കാൻ റെഡി അല്ലാഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? ഓക്കെ, അതിന് ആൻസർ ചെയ്യുക. ഇനി അടുത്ത് നോക്കുക. ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്. എന്താണ്, അപ്പൊ അമ്മയാണ് വിഷമത്തിലാണ്, അവൻ കരയാണെന്ന് പറഞ്ഞപ്പോ അല്ലെ, സ്വാലോ എന്താ പറയുന്നത്, എനിക്ക് അറിയില്ല, എന്താണ് ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് ഇഷ്ടം ബോയ്സിന്. എന്താണ്, ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്. എന്താണ് ഈ ആൻസർ ദ സ്വാലോ. എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല, എന്ത് ബോയ്സിന് ഇഷ്ടമാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ്. എന്താ കാരണം നോക്കാം നമുക്ക്. അതായത് അവർക്ക് ബോയ്സിന് ഇഷ്ടമല്ലാന്ന്. കഴിഞ്ഞ ലാസ്റ്റ് സമ്മറിൽ വെൻ ഐ വാസ് സ്റ്റേയിങ് ഓൺ ദ റിവർ സൈഡ്. ഞാൻ എന്താണ് റിവർ സൈഡിൽ ഞാൻ സ്റ്റേ നിൽക്കുകയായിരുന്നു അല്ലേ. അപ്പൊ എന്താണ്, I was staying on the riverside. There were 2 road boys who always threw stones at me. എന്താണ് ഈ വികൃതി കുട്ടികളായ ബോയ്സ് എന്താക്കി വന്നിട്ട് എന്നെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. They never hit me. അതെന്നെ കൊണ്ടിട്ടൊന്നുമില്ല. Of course we swallows fly far too well for that. ഇന്നൊക്കെ ഞങ്ങള് swallows എന്താക്കും, പറന്ന് രക്ഷപ്പെടും അല്ലെ. എനിക്ക് മേൽ കൊണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്താണ് അവരെന്റെ മേൽ കല്ലെടുത്തെറിഞ്ഞ് അല്ലെ, അവരെന്നെ നോക്കി എറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബോയ്സിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലേ. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡു സം ചിൽഡ്രൻ ത്രോ സ്റ്റോൺസ് അറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. എന്തുകൊണ്ടാണ് ഈ ചിൽഡ്രൻസ് ഈ ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ മേലെ കല്ലെടുത്തെറിയുന്നത്? ഹാവ് യു എവർ പ്രിവെന്റഡ് ദം. നിങ്ങൾ എപ്പോഴെങ്കിലും അത് തടഞ്ഞിട്ടുണ്ടോ? അത് പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞിട്ടുണ്ടോ?
എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ കല്ലെടുത്ത് എറിയുന്നത്? അങ്ങനെ കല്ലെടുത്ത് എറിയാൻ പാടില്ല. പക്ഷികളായാലും മൃഗങ്ങളെ ആണെങ്കിലും എന്താണ്, വെറുതെ ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ. മനുഷ്യന്മാരെയും ഉപദ്രവിക്കാൻ പാടില്ല, മൃഗങ്ങളെയും ഉപദ്രവിക്കരുത്, ബേർഡ്സിനെ ആണെങ്കിലും ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. The messenger. എന്താണ് മെസ്സഞ്ചർ? The happy prince looked so sad that the swallow was sorry. എന്താണ്? ഹാപ്പി പ്രിൻസിനെ കാണാൻ ഭയങ്കര വിഷമത്തിലാണ് അല്ലെ. അപ്പൊ സ്വാലോക്ക് ഭയങ്കര വിഷമം തോന്നി അല്ലെ. ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഹി സെഡ് ബട്ട് ഐ വിൽ സ്റ്റേ വിത്ത് യു ഫോർ വൺ നൈറ്റ് ആൻഡ് ബി യുവർ മെസ്സഞ്ചർ. എന്താണ്? പക്ഷേ ഞാൻ എന്താക്കുക, ഒരു രാത്രി ഇവിടെ നിൽക്കുക നിനക്ക് വേണ്ടിയിട്ട് അല്ലെ, നിന്റെ മെസ്സഞ്ചറായിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു അല്ലെ. താങ്ക് യു ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്. അപ്പൊ പ്രിൻസ് പറയും താങ്ക് യു എന്ന് പറയില്ലേ, നന്ദി പറയില്ലേ. സോ ദ സ്വാലോ പിക്ക്ഡ് ഔട്ട് ദ റൂബി ഫ്രം ദ പ്രിൻസസ് സ്വോർഡ്. അപ്പൊ ഈ സ്വാലോ എന്താക്കി, പ്രിൻസിന്റെ സ്വോർഡിൽ നിന്ന്, വാളിൽ നിന്ന് എന്താക്കി, റൂബി മാണിക്യം പിക്ക് ചെയ്തു അല്ലെ, എന്താണ് കൊത്തിയെടുത്ത്. എന്നിട്ട് എന്താക്കി, ഫ്ലൂ അവേ വിത്ത് ഇറ്റ് ഇൻ ഹിസ് ബീക്ക് ഓവർ ദ റൂഫ്സ് ഓഫ് ദ ടൗൺ അല്ലെ. അപ്പൊ എന്നിട്ട് എന്താക്കി, അവന്റെ ബീക്ക് പറഞ്ഞ എന്റെ കൊക്കില് അല്ലെ, കൊക്കില് വെച്ചിട്ട് എന്താക്കി, ഫ്ലൂ അവേ, അവൻ പറന്നുപോയി അല്ലെ. ഫ്ലൈ അവേന്റെ പാസ്റ്റ് ആണ് ഫ്ലൂ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂ അവേ അല്ലെ, പറന്നുപോയി. ഓവർ ദ റൂഫ്സ് ഓഫ് ദ ടൗണിന്റെ മേലെ കൂടി എന്താക്കി, അവന് പറന്നുപോയി ഈ റൂബിയും കൊണ്ടിട്ട് അല്ലെ. നോക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ സ്വാലോ അഗ്രി ടു ബി ദ മെസ്സഞ്ചർ ഓഫ് ദ ഹാപ്പി പ്രിൻസ്? എന്തുകൊണ്ടാണ് എന്താണ് ഹാപ്പി പ്രിൻസിന്റെ മെസ്സഞ്ചർ ആവാന്നുള്ളത് അഗ്രി ചെയ്തത് സ്വാലോ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്കൂ. അവനെ അവന്റെ ചുണ്ടിന്റെ അടുത്ത് വെക്കിട്ട് പറന്നുപോയി അല്ലെ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു ദ പുവർ ഹൗസ്. ലാസ്റ്റ് എന്താക്കി, അവന് ആ പാവപ്പെട്ട വീടിന്റെ മുന്നിലെത്തി. ആൻഡ് ലുക്ക്ഡ് ഇൻ. എന്താക്കി, താഴോട്ടേക്ക് അല്ല ഉള്ളിലോട്ട് നോക്കി അല്ലെ. പാവപ്പെട്ട വീട്ടിലെടുത്തെത്തിയിട്ട് അവന് ഉള്ളിലോട്ട് നോക്കി. ദ ബോയ് വാസ് ടോസിങ് ഫെവറിഷ്ലി ഓൺ ഹിസ് ബെഡ് ആൻഡ് മദർ ഹാഡ് ഫാളൻ അസ്ലീപ്പ്. എന്താ, കുട്ടി പനി വന്നിട്ട് ഇങ്ങനെ വിറക്കിയാണ് അല്ലെ ബെഡില്. മദർ ആണെങ്കിലോ ടയേർഡായിട്ട് ഉറങ്ങിയും പോയി അല്ലെ. ഹി ലേഡ് ദ റൂബി ഓൺ ദ ടേബിൾ. എന്താണ്, അവനെന്താക്കി, ആ ടേബിൾ മേലേക്ക് ആ മാണിക്യ റൂബി വെച്ചു. ദെൻ ഹി ഫ്ലൂ ജെന്റ്ലി റൗണ്ട് ദ ബെഡ്. എന്നിട്ട് എന്താക്കി, അവന് മെല്ലെ ബെഡിന്റെ റൗണ്ടിൽ ഒന്ന് എന്താക്കി പറന്നു. ഫാനിങ് ദ ബോയ്സ് ഫോർഹെഡ് വിത്ത് ഹിസ് വിങ്സ്. എന്താണ്, അവന്റെ ചിറക് അവന്റെ ആ ബോയ്സിന്റെ നെറ്റീന്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി, അതായത് ഫാൻ പോലെ കറക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ സ്വാലോ ഫ്ലൂ ബാക്ക് ടു ദ ഹാപ്പി പ്രിൻസ്. അതിനുശേഷം സ്വാലോ എന്താക്കി, ഹാപ്പി പ്രിൻസിന്റെ അടുത്തേക്ക് തിരിച്ചു പറന്നു. ആൻഡ് ടോൾഡ് ഹിം വാട്ട് ഹി ഹാഡ് ഡൺ. എന്നിട്ട് അവൻ ചെയ്ത കാര്യങ്ങൾ അവനോട് പറഞ്ഞു. ഐ ഫീൽ ക്വൈറ്റ് വാം നൗ. ഇപ്പൊ എനിക്ക് എന്താണ്, കുറച്ചൊരു ചൂടുണ്ട്. ഓൾദോ ഇറ്റ് ഈസ് സോ കോൾഡ്. എന്നാല് തണുപ്പുണ്ടെങ്കിലും എനിക്കിപ്പോ ഒരു ചൂടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ദാറ്റ് ഈസ് ബിക്കോസ് യു ഹാവ് ഡൺ എ ഗുഡ് ഡീഡ്. എന്താ കാരണം, തീർച്ചയായും നീ ചെയ്തത് നല്ല കാര്യമാണ് എന്നാണ് സെഡ് ദ പ്രിൻസ് പറഞ്ഞു അല്ലെ. പ്രിൻസ് പറഞ്ഞു, സെഡ് പറഞ്ഞ പറഞ്ഞു അല്ലെ, സെഡ് ദ പ്രിൻസ്. ദ സ്വാലോ ഫെൽ അസ്ലീപ്. അങ്ങനെ സ്വാലോ എന്താക്കി, അവിടെ കിടന്നുറങ്ങി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ദ സ്വാലോ ഫീൽ സോ വാം. എന്തുകൊണ്ടാണ് ഈ സ്വാലോക്ക് ചൂട് അനുഭവപ്പെട്ടത്? വിൽ ദ സ്വാലോ ജോയിൻ ഹിസ് ഫ്രണ്ട്സ് ദ നെക്സ്റ്റ് ഡേ. ഈ സ്വാലോ അവന്റെ ഫ്രണ്ട്സ് അടുത്ത ദിവസം ഫ്രണ്ട്സുമായിട്ട് ജോയിൻ ചെയ്യുമോ? നോക്കാം നമുക്ക്. അപ്പൊ അടുത്ത് നോക്കൂ. ദ റൈറ്റർ. എന്താണ്, ദ റൈറ്റർ അല്ലെ, റൈറ്റർ എന്നാണ് എഴുത്തുകാരൻ. ദ നെക്സ്റ്റ് മോർണിംഗ് ദ പ്രിൻസ് സെഡ്. അടുത്ത ദിവസം രാവിലെ പ്രിൻസ് പറഞ്ഞു സ്വാലോ ലിറ്റിൽ സ്വാലോ ഫാർ അവേ അക്രോസ് ദ സീ ഐ സീ എ യങ് മാൻ. ഹീസ് ലീനിങ് ഓവർ എ ഡെസ്ക് കവേർഡ് വിത്ത് പേപ്പേഴ്സ്. എന്താണ് സ്വാലോ ഇങ്ങനെ വിളിച്ചോണ്ട് പറയാനല്ലേ, ദൂരെയായിട്ട് സിറ്റിയില് ഐ സീ എ യങ് മാൻ, ഒരു ഒരു ചെറുപ്പക്കാരനായ ഒരാളെ കാണുന്നുണ്ട്. ഹി ഈസ് ലീവിനിങ് ഓവർ എ ഡെസ്ക്. അവന് ഡെസ്കിന്റെ അവിടേക്ക് കൂനി കുടിക്കുകയാണ് അല്ലെ. കവേർഡ് വിത്ത് പേപ്പറോട് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ് അല്ലെ. ഹിസ് ഹെയർ ഈസ് ബ്രൗൺ. അവന്റെ ഹെയർ എന്താ, ബ്രൗൺ ആണ്. ആൻഡ് ക്രിസ്പ്, ബ്രൗൺ ആൻഡ് ക്രിസ്പ് ആണ് അവന്റെ ഹെയർ അല്ലെ. ആൻഡ് ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് പോംഗ്രനൈറ്റ്. എന്താണ്, അവന്റെ ലിപ്സ് ചുണ്ടുകൾ എന്താണ്, ചുമന്നിട്ടാണ് അല്ലെ. ഈ പോംഗ്രനൈറ്റ് എന്താ, ഉറുമാമ്പഴമൊക്കെ പോലെ ചുമന്നിട്ടാണ് അല്ലെ. ഹീസ് ട്രൈയിങ് ടു ഫിനിഷ് പ്ലേ. അവൻ എന്താണ്, അവൻ ശ്രമിക്കുകയാണ് എന്ത്, പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം എഴുതി കഴിയാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എഴുതി തീർക്കാൻ. ഹങ്കർ ഹാസ് മെയ്ഡ് ഹിം ഫെയിൻറ്റ്. പക്ഷെ എന്താ, ഹങ്കർ, അവൻ വിശന്ന് നിൽക്കുകയാണ് അല്ലെ. അത് അവനെ എന്താക്കുകയാണ്, തളർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. ഐ വിൽ വെയിറ്റ് വിത്ത് യു ഹിയർ വൺ നൈറ്റ് ലോങ്ങർ. എന്താണ്, ഞാൻ നിനക്ക് ഒരു രാത്രി നിൽക്കാൻ കഴിയും.
എന്താണ് I will wait ഞാൻ കാത്തു നിൽക്കൂല്ലേ with you here one night longer said the swallow. Shall I take him another ruby? ഞാൻ നിനക്ക് വേണ്ടി ഒരു രാത്രിയും കൂടി ഞാൻ നിൽക്കാം said the swallow പറഞ്ഞു അല്ലേ. Shall I take ഞാൻ എടുക്കട്ടെ him another ruby അവനക്ക് വേണ്ടി റൂബി എടുക്കട്ടെ എന്ന് ചോദിച്ചു. Alas I have no ruby now എന്താണ് ഇനി എൻ്റെ കയ്യിൽ റൂബി ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. said the prince പറഞ്ഞു my eyes are that I have left എന്താണ് ഇനി എന്താണ് ബാക്കിയുള്ളത് എൻ്റെ ഐസ് ഉണ്ട് അല്ലേ. ദേ ആർ മെയ്ഡ് ഓഫ് റെയർ സാഫയേഴ്സ് എന്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് റെയർ സാഫയേഴ്സ് എന്ന് കിട്ടാത്ത സാഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രനീലം എന്നൊക്കെ പറഞ്ഞില്ലേ വലിയ വില കൂട്ടുള്ള സാധനം അല്ലെ കിട്ടാത്തൊരു സാധനമാണ് ഇതിലെ ആ സാഫയറിനോട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രോട്ട് ഔട്ട് ഓഫ് ഇന്ത്യ 1000 years ago അല്ലെ എന്താണ് അത് എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പെങ്ങാനും കൊണ്ടുവന്നതാണ് അല്ലെ. പ്ലക്ക് ഔട്ട് one of them and take it to him അതിന് ഒന്നെടുത്തിട്ട് ഈ അവന് കൊടുക്കുന്നു പറഞ്ഞില്ലേ. ഡിയർ പ്രിൻസ് said the swallow I cannot do that എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയില്ല അറിഞ്ഞ്. അവന് കണ്ണ് പോയ പിന്നെ അവന് എന്ത് കണ്ണ് കാണാൻ കഴിയുമോ. and he began to weep അവൻ കരയാൻ തുടങ്ങി അല്ലേ. swallow അങ്ങനെ പറഞ്ഞിട്ട് swallow little swallow said the prince do as I command you. അപ്പം swallowനോട് പറയാണ് പ്രിൻസ് ഞാൻ എന്നോട് കമാൻഡ് ചെയ്യാണ് ഇത് എടുക്കുന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ കമാൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്താക്കി so the swallow plucked out the princess eye അല്ലെ അവന്റെ കണ്ണ് പ്ലക്ക് ചെയ്ത് എടുത്തു അല്ലെ. and flew away to the young man എന്നിട്ട് എന്താക്കി ആ യങ് മാൻ്റെ അടുത്തേക്ക് പോയി. the young man did not hear the flutter of the bird's wings ആ യങ് മാൻ എന്താ ശബ്ദം കേട്ടില്ല ആരെ ബേർഡ്സിന്റെ വിങ്സിന്റെ ചിറകടി ശബ്ദമൊന്നും അവൻ കേട്ടില്ല. ഫ്ലട്ടർ എന്നൊക്കെ ചിറകിട്ടടിക്കുക കേട്ടോ ആ ശബ്ദമൊന്നും കേട്ടില്ല. when he looked up he found the beautiful sapphire അപ്പൊ അവന് മേലോട്ടേക്ക് നോക്കി. അപ്പം നോക്കിയപ്പോൾ എന്താവും കണ്ടത് ഒരു ബ്യൂട്ടിഫുൾ സാഫയർ ആണ് കണ്ടിരിക്കുന്നത് അല്ലെ കണ്ടത്. അപ്പം എന്താ I am beginning to be appreciated ഞാൻ എന്താണ് എന്താ അല്ല എന്താ പറയാ അവന് ആൾക്കാരെന്താണ് I am beginning to be appreciated he cried this is from some great admirer എന്താണ് എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് തുടങ്ങി എന്താ this is from some great admirer എന്താണ് ഇത് എനിക്ക് എന്നെ ഇത് വലിയൊരു അഭിനന്ദനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവന് ഈ പക്ഷി കൊണ്ടിട്ടൊന്നും അവൻ കണ്ടില്ല. അവൻ വിചാരിച്ചു വേറെ ആരോ അവനക്ക് എന്താണ് ഇതിന് കൊടുത്തു വയ്ക്കുമെന്ന് വിചാരിച്ചു. അവനിങ്ങനെ കഥ എഴുതുകയാണല്ലോ സ്റ്റോറീസ് ഈ പ്ലേ എഴുതുകയാണല്ലോ നാടകം എഴുതുകയാണല്ലോ. അപ്പൊ അതിനുള്ള ഇതായിട്ട് അവൻ കണ്ടു അഭിനന്ദനായിട്ടാണ് ആ റൂബിനെ അവൻ കണ്ടത് സാഫിയറിനെ കണ്ടത്. നൗ ഐ ക്യാൻ ഫിനിഷ് മൈ പ്ലേ ഇനി എന്താണ് ഞാൻ എനിക്ക് എൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം അല്ലെ നാടകം എഴുതി കഴിയും ഞാൻ അല്ലെ എനിക്ക് കഴിയും. ആൻഡ് ഹി ലുക്ക്ഡ് ക്വൈറ്റ് ഹാപ്പി അവനപ്പോൾ കാണാൻ ഭയങ്കര സന്തോഷവാനാണ്. ഓക്കെ ഇനി നോക്കി ഇതിലുള്ള ക്വസ്റ്റ്യൻ I will wait with you one night longer said the swallow ഞാൻ ഒരു രാത്രിയും കൂടി നിനക്ക് വേണ്ടി കാത്തു നിൽക്കാം. why did the swallow decide so എന്തുകൊണ്ടാണ് അങ്ങനെ ഈ swallow തീരുമാനിച്ചത് അതെന്താന്നുള്ളത് നിങ്ങൾ എഴുതുക. 15ാമത്തത് why didn't the writers notice the swallow എന്തുകൊണ്ടാണ് swallowനെ കാണാഞ്ഞത് ഈ റൈറ്റർ. why did the writer think that he was being appreciated എന്തുകൊണ്ടാണ് റൈറ്റർ ചിന്തിച്ചത് അവൻ എന്താണ് അപ്രീഷിയേറ്റഡ് ആയി എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഓക്കെ നോക്കാം അടുത്തത് the little girl എന്താണ് The next day swallow flew back to the happy prince അങ്ങനെ അടുത്ത ദിവസം swallow എന്താക്കി happy princeന്റെ അടുത്തേക്ക് പറന്നു അല്ലേ. I have come to bid you goodbye he cried എന്താ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് നിന്നോട് ഗുഡ് ബൈ പറയാനാണെന്ന് പറഞ്ഞില്ലേ. swallow little swallow said the prince അപ്പൊ പ്രിൻസ് പറയാ will you not stay with me one night longer ഒരു രാത്രിയും കൂടി നീ ഇവിടെ നിൽക്കൂലേ എന്ന് വെച്ചില്ലേ. it is winter ഇത് വിന്റർ ആണ് തണുപ്പുകാരാണ് answered the swallow and the chill snow will soon be here എന്താണ് മഞ്ഞ് കട്ടകൾ പെയ്യാൻ തുടങ്ങും അല്ലെ ഇവിടെ. ഡിയർ പ്രിൻസ് ഐ മസ്റ്റ് ലീവ് യു എന്താണ് ഞാൻ എന്തോന്ന് എനിക്ക് ഇവിടുന്ന് പോണം. ബട്ട് ഐ വിൽ നെവർ ഫോർഗെറ്റ് യു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഐ വിൽ നെവർ ഫോർഗെറ്റ് യു പറഞ്ഞ് ഇൻ ദ സ്ക്വയർ ബിലോ അപ്പോൾ അവന് സെഡ് ദ പ്രിൻസ് പറയാ ഈ സ്ക്വയറിന്റെ താഴെയായിട്ട് ദർ സ്റ്റാൻഡ്സ് എ ലിറ്റിൽ മാച്ച് ഗേൾ എന്താ അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് അല്ലെ മാച്ച് ബോക്സ് ഒക്കെ വെക്കുന്ന മാച്ച് എന്ന് പറഞ്ഞാൽ അതാ തീപ്പെട്ടി അല്ലെ ആ മാച്ച് ഗേൾ ഉണ്ട് അവിടെ താഴെ അല്ലെ തീപ്പെട്ടിയൊക്കെ വെക്കുന്ന കുട്ടീൻ്റെ താഴെ ഈ കോളത്തിന്റെ താഴെയായിട്ട്. ഷീ ഹാസ് ലെറ്റ് ഹെർ മാച്ചസ് ഫാൾ ഇൻ ദ ഗട്ടർ എന്താണ് അവളെ കയ്യിൽ നിന്ന് ഗട്ടറിലേക്ക് മാച്ചസ് ഒക്കെ താഴെ വീണ് മാച്ചസ് പറഞ്ഞാൽ തീപ്പെട്ടിയൊക്കെ താഴെ വീണ് പോയി. ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ് എല്ലാം നശിച്ചു പോയി. സ്പോയിൽഡ് പറഞ്ഞാൽ നശിക്കുക. ഹെർ ഫാദർ വിൽ ബീറ്റ് ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ്
not bring home some money. എന്താ അവളുടെ അച്ഛൻ അവളെ ബീറ്റ് ചെയ്യും, അടിക്കും. എന്തിന്? ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. ഈ തീപ്പെട്ടി വിറ്റ പൈസ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവൻ എന്താണ്? അച്ഛൻ അവളെ അടിക്കും. ഷീ ഹാസ് നോ ഷൂസ്, നോ സ്റ്റോക്കിങ്സ് ആൻഡ് നോ സ്വെറ്റർ. അവൾക്കൊന്നുമില്ല, ഷൂ ഇല്ല, സ്റ്റോക്കിങ്സ് ഇല്ല, സ്വെറ്റർ ഒന്നുമില്ല, തണുപ്പ് കാത്തിടുന്ന സ്വെറ്റർ ഒന്നുമില്ല അവൻ്റെ കയ്യില്. പ്ലക്ക് ഔട്ട് മൈ അപ്പൊ എന്റെ പ്ലക്ക് ഔട്ട് ചെയ്യാൻ പറയാണല്ലേ, ഇത് പറിച്ചിട്ട് പറയാണ്. അപ്പൊ ഇത് സ്വാലോ പറയാം, ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ. ഇനി എന്റെ കണ്ണ് ഞാൻ പറിക്കൂലാറിഞ്ഞ്. യു വുഡ് ബി ക്വൈറ്റ് ബ്ലൈൻഡ് ദെൻ. ഇപ്പൊ തന്നെ നീ എന്തായിട്ട് ബ്ലൈൻഡ് ആയിട്ട്, കാഴ്ച ഇല്ലാത്തവൻ എന്നാണ് ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. സെഡ് ദ സ്വാലോ പറഞ്ഞു, സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്. അപ്പൊ ഇവര് പറയാണ്, സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ് ഡു ആസ് ഐ കമാൻഡ് യു. ഞാൻ എന്താ നിന്നോട് കമാൻഡ് ചെയ്യാണെന്ന് പറഞ്ഞില്ലേ. സോ ഹി പ്ലക്ക്ഡ് ഔട്ട് ദ പ്രിൻസസ് അതർ ഐ. അപ്പൊ അവരെന്താക്കി, അങ്ങനെ പറഞ്ഞപ്പോ അവന് ഈ സ്വാലോ പ്രിൻസിന്റെ മറ്റേ കണ്ണും കൂടി പറിച്ചു. ആൻഡ് ഡാർട്ടഡ് ഡൗൺ വിത്ത് ഇറ്റ്. എന്താക്കി എന്നിട്ട്? ഡാർട്ടഡ് ഡൗൺ വിത്ത് ഇറ്റ്. താഴോട്ടേക്ക് പറഞ്ഞിട്ട് എന്താണ്? താഴോട്ടേക്ക് കുതിക്കുക എന്നുള്ളതാണ് ഡാർട്ടഡ് കേട്ടോ. താഴോട്ടേക്ക് കുതിച്ചു. ഹി സോ ദ ഗേൾ. അപ്പൊ അവൻ കണ്ടു കുട്ടീനെ. ഹി സ്ലിപ്ഡ് ദ ജ്വൽ ഇൻ ടു ദ പാം ഓഫ് ഹെർ ഹാൻഡ്. അവൻ എന്താക്കിയ? ആ കുട്ടീന്റെ കൈവെള്ളയിലേക്ക് ആ ജ്വല്ല് വെച്ചു കൊടുത്തു. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്. എന്ത് രസമുള്ള ഗ്ലാസ്. ക്രൈഡ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ഷീ റാൻ ഹോം ലാഫിങ്. അവള് പറഞ്ഞുകൊണ്ട് അവൾ എന്താക്കി? അവളുടെ വീട്ടിലേക്ക് ഓടി, ചിരിച്ചോണ്ട് ഓടി. ദെൻ ദ സ്വാലോ കെയിം ബാക്ക് ടു ദ പ്രിൻസ്. അപ്പൊ സ്വാലോ എന്താക്കി? പിന്നെ പ്രിൻസിന്റെ അടുത്തേക്ക് തന്നെ പോയി അല്ലേ. യു ആർ ബ്ലൈൻഡ് നൗ. ഇപ്പൊ നീ എന്തായി? ബ്ലൈൻഡ് ആയിണ്ട് അല്ലെ. ബ്ലൈൻഡ് പറഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവനായിണ്ട്, അന്ധനായിണ്ട്. ഹി സെഡ്, സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്. ഇനി ഞാൻ എന്താക്കും? നിന്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും നിൽക്കും. നോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പുവർ പ്രിൻസ്. വേണ്ട, യു മസ്റ്റ് ഗോ എവേ ടു ഈജിപ്റ്റ്. നീ ഈജിപ്തിലേക്ക് പോയിക്കോന്ന് പറഞ്ഞില്ലേ. ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്. ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും നിൽക്കും പറഞ്ഞു. സെഡ് ദ സ്വാലോ. ഹി സ്ലെപ്റ്റ് അറ്റ് ദ പ്രിൻസസ് ഫീറ്റ്. എന്നിട്ട് അവൻ എന്താക്കി? പ്രിൻസിന്റെ ഫീറ്റില് കിടന്നുറങ്ങി. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കാം കേട്ടോ. അടുത്ത്, ദ സിറ്റി സൈഡ്സ്. ഡിയർ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്. അപ്പൊ എന്താണ്? ലിറ്റിൽ സ്വാലോട് പറയാണ് അല്ലെ, ഹാപ്പി പ്രിൻസ് പറയാണ്, ഫ്ലൈ ഓവർ മൈ സിറ്റി ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദർ. ഈ സിറ്റിന്റെ മേലെ കൂടി പറഞ്ഞിട്ട് അവിടെ കാണുന്നതൊക്കെ എന്നോട് പറഞ്ഞുണ്ടായിരുന്നില്ലേ. ദ സ്വാലോ ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി. സ്വാലോ എന്താക്കി? ആ സിറ്റീന്റെ മേലെ കൂടി പറന്നു. ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി വൈൽ ദ ബെഗേഴ്സ് വർ സിറ്റിംഗ് ഓൺ ദ ഗേറ്റ്സ്. അപ്പൊ കണ്ടു എന്ത്? പണക്കാരൊക്കെ സന്തോഷത്തിൽ ചിരിക്കുകയാണ്. എന്താണ്? ബെഗർ അവിടെ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഇരിക്കുകയാണ്. റിച്ച് മാൻ ഒക്കെ ഭയങ്കര സന്തോഷത്തില് ആണ്. ഹി ഫ്ലൂ ഇൻ ടു ദ ഡാർക്ക് ലെയിൻസ്. പിന്നെ അവൻ എന്താക്കി? ഇരുണ്ട പാതയിലൂടെ ഒക്കെ ഒന്ന് പറന്നു നോക്കിയല്ലേ, സിറ്റിന്റെ മൊത്തമായിട്ടുള്ളതിലേക്ക്. ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ. പിന്നെ അപ്പൊ കണ്ടെന്താ? വെള്ള മുഖം അല്ലെ. ഇതാരെ? ഈ സ്റ്റാർവിംഗ് ചിൽഡ്രൻ, വിശന്ന് ഉള്ള കുട്ടികളുടെ മുഖങ്ങളൊക്കെ കണ്ടു. ദെൻ ഹി ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. അപ്പൊ വിഷമം നിൽക്കുന്ന കുട്ടികളൊക്കെ കണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താക്കി? ഈ പ്രിൻസിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ കണ്ടതൊക്കെ ഇവിടെ വന്ന് പ്രിൻസിനോട് പറഞ്ഞു അല്ലെ. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ ഗോൾഡ്. ഞാൻ മൊത്തം എന്താണ്? ഫൈൻ ഗോൾഡിനോട് കവേർഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ, മൊത്തം പൊതിഞ്ഞിരിക്കുകയാണ്. സെഡ് ദ പ്രിൻസ് പറഞ്ഞു, യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ലീഫ് ബൈ ലീഫ്. നീ ഓരോ ഇതളുകളായിട്ട് ഓരോന്ന് എടുക്കുക. ആൻഡ് ഗീവ് ഇറ്റ് ടു മൈ പുവർ പീപ്പിൾ. എന്താണ് ഇത്? എന്റെ പുവർ പീപ്പിളിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഈ ഗോൾഡ് അവരെ സന്തോഷവാനാക്കുന്നാണ് ചിന്തിക്കുന്നത്. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ്. അങ്ങനെ എന്താക്കി? ഫൈൻ ഗോൾഡിന്റെ ഓരോ ലീഫുകളും എടുത്ത് സ്വാലോ പിക്ഡ് ഓഫ്. സ്വാലോ എടുത്തു കൊണ്ടുപോകും. ടിൽ ദ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ ആൻഡ് ഗ്രേ. എന്നിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാർക്കൊക്കെ, പീപ്പിൾസിനൊക്കെ കൊടുക്കും അവര്. എന്നിട്ട് അപ്പൊ എന്താവും? അതിന് ശേഷം എന്താണ്? ഇപ്പം ഹാപ്പി പ്രിൻസിനെ കാണാൻ ഭയങ്കര ഡള്ളും ഗ്രേയും ആണ്. അവന്റെ മേലുള്ള സ്വർണ്ണങ്ങളൊക്കെ പോയല്ലോ. ഇപ്പം എന്താ? ആകെ ഡള്ളായി കിടക്കുകയാണ്, ഗ്രേ അല്ലെ, ഇരുണ്ട് കിടക്കുകയാണ്. ഹി ടുക്ക് ഇറ്റ് ടു ദ പുവർ and the children's face grew rosier and they laughed and played games in the street. അപ്പൊ ഇതൊക്കെ എന്താണ്? അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തത് അല്ലെ. അപ്പൊ ചിൽഡ്രൻസിന്റെ കുട്ടികളൊക്കെ മുഖം അല്ലെ, എന്താണ്? ഭയങ്കര സന്തോഷമാണ് അല്ലെ. അവര് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താക്കി? സ്ട്രീറ്റിൽ വന്ന് കളിക്കാൻ തുടങ്ങി അല്ലെ.
We have bread now, they cried. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ഇപ്പം ഭക്ഷണം ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടിയെന്നാണ് അവര് പറഞ്ഞു അല്ലേ. അപ്പൊ അവര് സന്തോഷത്തോടു കൂടി സ്ട്രീറ്റിൽ കളിക്കുകയാണ്. ഓരോ ഫൈൻ ഗോൾഡ് ഓരോരുത്തർക്കും കൊടുത്തപ്പോ അവർക്ക് ഇപ്പൊ കുറച്ച് പൈസയായി അല്ലേ. അപ്പം അവർക്ക് ഫുഡ് കിട്ടി തുടങ്ങി അല്ലേ. അപ്പൊ അവർക്ക് ഇപ്പം ഭക്ഷണം കിട്ടിയെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് സ്ട്രീറ്റിലൂടെ കളിക്കുകയാണ്. ഇനി ദ സാക്രിഫൈസ്, എന്താണ് സാക്രിഫൈസ്? ത്യാഗം. Then the snow came. The snow എന്ന് പറഞ്ഞാല് മഞ്ഞ് അല്ലെ. മഞ്ഞ് വന്നു. മഞ്ഞ് വന്നപ്പോ എന്താണ്? Poor little swallow grew colder and colder. ഈ പക്ഷികൾക്ക് ഇവിടെ തണുപ്പ് നിൽക്കാൻ കഴിയില്ലല്ലോ മഞ്ഞുകാലത്ത്. അതുകൊണ്ടാണല്ലോ ഇവര് വേറെ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ പോകുന്നത്. അങ്ങനെയായിരുന്നു ഈ സ്വാലോ പോയിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഹാപ്പി പ്രിൻസിനെ സഹായിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അവൻ പോകുന്നുമില്ല അല്ലെ. ഇവൻ ബ്ലൈൻഡ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ മഞ്ഞുകാലം വന്നു അല്ലെ. ദ പുവർ ലിറ്റിൽ സ്വാലോ ഗ്രൂ കോൾഡർ ആൻഡ് കോൾഡർ. അങ്ങനെ എന്തായി? പുവർ ലിറ്റിൽ സ്വാലോ എന്തായി? തണുത്ത് നിന്നു അല്ലെ. ബട്ട് ഹി വുഡ് നോട്ട് ലീവ് ദ പ്രിൻസ്. പക്ഷെ അവൻ എന്താക്കിയില്ല, അവനെ ഈ പ്രിൻസിനെ വിട്ടുപോയില്ല. ഹി ലവ്ഡ് ഹിം ടു വെൽ. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഹാപ്പി പ്രിൻസിനെ. ഹി ട്രൈ ടു കീപ് ഹിംസെൽഫ് വാം ബൈ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവനെന്താക്കി? തണുപ്പായിട്ട് അവന്റെ ചിറകിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചൂടൊക്കെ കിട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. ലാസ്റ്റ് അവന് മനസ്സിലായി ഞാൻ ഇപ്പൊ മരിക്കാൻ പോവാണെന്നുള്ളത്. ഹി ഹാഡ് ജസ്റ്റ് സ്ട്രെങ്ത് ടു ഫ്ലൈ അപ് ടു ദ പ്രിൻസസ് ഷോൾഡർ വൺസ് മോർ. അപ്പൊ എന്താക്കി? അവൻ മരിക്കാൻ പോവാന്ന് മനസ്സിലായപ്പോ ഇവൻ എന്താക്കി? ഇവന്റെ എല്ലാ സ്ട്രെങ്ത്തും എടുത്ത് പ്രിൻസിന്റെ ഷോൾഡറിൽ ഒന്നുകൂടി ഒന്ന് പറന്നു വന്നു. ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഹി മർമേർഡ്. അങ്ങനെ മെല്ലെ പതുക്കെ പറഞ്ഞു. ഗുഡ് ബൈ ആവുന്നില്ല അല്ലെ. ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഗുഡ് ബൈ പറയാണ് അല്ലെ. ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്റ്റ് അറ്റ് ലാസ്റ്റ് ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്. അപ്പൊ പ്രിൻസ് വിചാരിച്ച എന്താ? ഓൻ ഈജിപ്തിലേക്ക് പോവാണല്ലേ. അപ്പൊ അവൻ പറഞ്ഞു ഐ ആം ഗ്ലാഡ്, എനിക്ക് സന്തോഷമായി. എന്താണ്? ഈ ഈജിപ്തിലേക്ക് ലാസ്റ്റ് പോവുകയാണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ഹാപ്പി പ്രിൻസ് പറഞ്ഞു ലിറ്റിൽ സ്വാലോനോട് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്റ്റ് ദാറ്റ് ഐ ആം ഗോയിങ്. ഇത് ഈജിപ്തിലേക്കല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലെ. സെഡ് ദ സ്വാലോ. സ്വാലോ പറഞ്ഞു അല്ലെ. ഹി ഫെൽ ഡൗൺ ഡെഡ് അറ്റ് ഹിസ് ഫീറ്റ്. അവൻ എന്താക്കി? അവന് എന്റെ കാൽച്ചുവട്ടിൽ അവിടെ വീണ് മരിച്ചു. At that moment, ആ സമയത്ത് a curious crack sounded inside the statue. എന്താണ്? ആ സമയത്ത് ഭയങ്കര ഒച്ച ഈ സ്റ്റാച്യൂവിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കര സൗണ്ട് അങ്ങോട്ട് വന്ന്. ആസ് ഇഫ് സംതിങ് ഹാഡ് ബ്രോക്കൺ. എന്തോ ഒന്ന് പൊട്ടിയതാണ്. ദ ലെഡൻ ഹാർട്ട് ഹാഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു. എന്താണ്? അവന്റെ ഹാർട്ട് ലെഡ് ഉണ്ടാക്കിയതാണല്ലോ. ആ ഹാർട്ട് എന്താണ്? സ്നാപ്ഡ് റൈറ്റ് ടു, രണ്ടായിട്ട് പിളർന്നതാണ്. അപ്പൊ ഈ സ്വാലോയും ചത്തു, ഈ ഇവന്റെ ഹാർട്ട് ആണെങ്കിൽ രണ്ടായി പിളർന്നും ചെയ്തു അല്ലെ. ദ ട്രാജിക് എൻഡ്. Early the next morning, the mayor was walking in the square below in the company with the town councillor. The tragic end എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദുരന്തം അല്ലെ. ദുരന്തം അവസാനം എന്നൊക്കെ പറയില്ല. ദ ട്രാജിക് എൻഡ്, ദുരന്തം അല്ലെ. അവസാനം ദുരന്തമായത് അല്ലെ. Early the next morning, the mayor was walking in the square. രാവിലെ തന്നെ എന്താണ്? മേയർ നടക്കാൻ ഇറങ്ങിയതാണ് അല്ലെ. ഈ സ്ക്വയറിന്റെ ബിലോ ആയിട്ട് ഇവര് ഈ സ്റ്റാച്യൂവിന്റെ താഴെയായിട്ട് നടക്കാൻ ഇറങ്ങിയാണ്. കമ്പനിയായിട്ട് ആരുള്ള? ടൗൺ കൗൺസിലേഴ്സും ഉണ്ട് അല്ലെ. ആസ് ദേ പാസ് ദ കോളം ഹി ലുക്ക്ഡ് അപ്പ് ദ സ്റ്റാച്യൂ. അതിലൂടെ പോയപ്പം അവന് എന്താക്കി? ഈ മേയർ മേലോട്ടേക്ക് നോക്കി സ്റ്റാച്യൂവിനെ അല്ലെ. ഡിയർ മീ, ഹൗ ഷാബി ദ ഹാപ്പി പ്രിൻസ് ലുക്സ്. എന്താ ഭയങ്കര വൃത്തികേടായി കിടക്കുന്നില്ല ഹാപ്പി പ്രിൻസിനെ കാണാൻ ഇപ്പം. ഹി സെഡ്, ഓൻ പറഞ്ഞു അല്ലെ. ആൻഡ് ഹിയർ ഈസ് ആക്ച്വലി എ ഡെഡ് ബേർഡ് അറ്റ് ഹിസ് ഫീറ്റ്. എന്താ? അവിടെ ഒരു ചത്ത ബേർഡും ഉണ്ടെന്ന് തോന്നുന്നു, അവന്റെ കാലിന്റെ അടുത്തും ഉണ്ട്. കണ്ടിന്യൂഡ് ദ മേയർ. മേയർ പറഞ്ഞില്ലേ. ആസ് ഹി ഈസ് നോ ലോങ്ങർ ബ്യൂട്ടിഫുൾ. ഇപ്പൊ അവനെ കാണാൻ എന്താ ബ്യൂട്ടിഫുൾ ഒന്നും ഇല്ല അല്ലെ. ഹി ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. ഇപ്പൊ എന്താ? കാണാനും ഭംഗിയില്ല, ഒന്നും ഒരു യൂസ്ഫുളും അല്ല. ഇറ്റ്സ് ടൈം വി പുൾ ഡൗൺ ദി സ്റ്റാച്യൂ. എന്താണ്? സ്റ്റാച്യൂനെ താഴോട്ട് ഇറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ദേ പുൾ ഡൗൺ ദ സ്റ്റാച്യൂ ഓഫ് ദ ഹാപ്പി പ്രിൻസ്. അപ്പൊ എന്താക്കിയ? അതിന് ശേഷം എന്താക്കി? അവര് ആ ഹാപ്പി പ്രിൻസിനെ എന്താക്കി? താഴോട്ടേക്ക് എന്താണ്? ഇറക്കി. അപ്പൊ ഇത് സ്റ്റാച്യൂവിനെ അവിടെ നിന്ന് ഒരു താഴോട്ട് ഇറക്കി. ഇത് എഴുതിയിരിക്കുന്നത് ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. അപ്പൊ നിങ്ങളിത് എന്താണ്? ഈ കഥ നന്നായി മനസ്സിലാക്കുക. അപ്പം ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിരുന്നു, നമുക്ക് ഇതാക്കിയിരുന്നു. ഇവിടെ നോക്കിയേ, എവിടുന്ന നമ്മളെ ക്വസ്റ്റ്യൻ്റെ ഇത് ഇതാക്കിയത്?
Why did the swallow want to leave the city? അതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. Who did the prince wish to help this time? Why? ആരാണ് ഈ പ്രിൻസിന്റെ ഈ സമയത്ത് ഈ ഇവിടെ പറഞ്ഞില്ലേ വിന്ററിൽ എന്താണ് മാച്ചുകളുണ്ട് അല്ലേ. അപ്പൊ ആ ടൈമിൽ ആരെയാണ് സഹായിക്കാനാണ് മനസ്സ് വെച്ചത്, എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചത് അല്ലേ. ആരാണ് ഈ പ്രിൻസ് വിഷ് ചെയ്തത് ഈ ടൈമിൽ സഹായിക്കാൻ, എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ ആ പാരഗ്രാഫ് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതുക. പിന്നെ അടുത്തത് 19, പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് ടെൽ us that the swallow has a good heart. ഇനി എന്താണ് ഈ സ്വാലോന്റെ ഗുഡ് ഹാർട്ടിന്റെ കുറിച്ച് പറയുന്ന ആ സെന്റൻസ് ഏതാന്നുള്ളത് ഈ പാരഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതുക. ഓക്കെ, എടുക്കുക ആ സെന്റൻസ്. വാട്ട് സൈറ്റ് ഡിഡ് ദ സ്വാലോ സീ ഇൻ ദ ഗ്രേറ്റ് സിറ്റി? എന്തൊക്കെ സൈറ്റുകളാണ് ഈ സ്വാലോ ഈ ഗ്രേറ്റ് സിറ്റിയിൽ കണ്ടത്? ഡിഡ് ദ ഗോൾഡ് given by the prince make the people in the city happy? ഈ ഹാപ്പി പ്രിൻസ് കൊടുത്ത ഗോൾഡിനോട് ആൾക്കാർക്ക് സന്തോഷം, സിറ്റിയിലുള്ള ആൾക്കാർക്ക് സന്തോഷമാവുമോ? ഹൗ ഡു വി നോ? എങ്ങനെ നമുക്കറിയാം? പിന്നെ ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്റ്റ് ദാറ്റ് ഐ ആം ഗോയിങ്. ഇത് ഈജിപ്തിലേക്കല്ല, എന്നാലും ഞാൻ പോവുകയാണ്. ദ സ്വാലോ സെഡ്. വേർ ഡിഡ് ദ സ്വാലോ ഗോ? എങ്ങോട്ടേക്കാണ് ഈ സ്വാലോ പോകുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ പ്രിൻസ്? പ്രിൻസിന് എന്ത് സംഭവിച്ചു? ഒക്കെ ആ പാരഗ്രാഫ് നോക്കി എഴുതണം കേട്ടോ. 24ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ മേയർ ഡിസൈഡ് ടു പുൾ ഡൗൺ ദ സ്റ്റാച്യു? എന്തുകൊണ്ടാണ് ഈ മേയർ ഈ സ്റ്റാച്യുവിനെ ഇറക്കാൻ തീരുമാനിച്ചത്, താഴോട്ടേക്ക് ഇറക്കാൻ തീരുമാനിച്ചത്? അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഈ പാരഗ്രാഫ് ഓരോ ക്വസ്റ്റ്യന്റെ നേരപ്പുറത്തുള്ള അതിൽ വായിച്ചിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഹാപ്പി പ്രിൻസ് എന്നുള്ള ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആൻസറൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, അത് ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഈ ഭാഗം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാൽ.